നമസ്കാരം, എല്ലാവർക്കും നീർപ്പുഴമുക്കം ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. നബാർഡ് നീരുറവ അധിഷ്ഠിത നീർത്തട വികസന പദ്ധതിയുടെ ഭാഗമായി നീർപ്പുഴമുക്കം നീർത്തടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് നൽകി വരുന്ന ജൈവവളം, ജൈവ കീടനാശിനികൾ എന്നിവ എപ്രകാരമാണ് കൃഷിയിടങ്ങളിൽ ഉപയോഗപ്രദമാക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ബോധവൽക്കരണ വീഡിയോ ആണ് ഇത്. പദ്ധതിയുടെ ഭാഗമായി ബോൺ മീൽ, മൾട്ടിമീൽ, ന്യൂട്രിമിക്സ്, ഡോളമൈറ്റ്, നീം കേക്ക്, ഫിറമോൺ ട്രാപ്പ് എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നു. ബോൺ മീൽ മൃഗങ്ങളുടെ എരിഞ്ഞ അസ്ഥിയിൽ നിന്നോ മത്സ്യങ്ങളുടെ അസ്ഥിയിൽ നിന്നോ തയ്യാറാക്കി വരുന്ന ഒരു തരം പൊടിയാണ് ബോൺ മീൽ. പ്രധാനമായും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാൽ സമൃദ്ധമാണ് ബോൺ മീൽ. കൂടാതെ ചെറിയ തോതിൽ പ്രോട്ടീനും ഇതിൽ കണ്ടുവരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വിത്ത്, തൈ, ഫലവൃക്ഷങ്ങൾ എന്നിവ സമൃദ്ധമായി വളരുന്നതിന് അത്യുത്തമമാണ് ബോൺ മീൽ. തൈകൾക്ക് ചുറ്റുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 50 മുതൽ 100 ഗ്രാം വരെ ബോൺ മീൽ മണ്ണ് ഇളക്കിയതിന് ശേഷം വിതറി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി 10 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് 2 മുതൽ 5 കിലോഗ്രാം എന്ന നിരക്കിൽ മണ്ണ് ഇളക്കി അതിൽ വിതറി ഉപയോഗിക്കാവുന്നതാണ്. മൾട്ടിമീൽ മൾട്ടിമീൽ എന്നത് നിരവധി പ്രകൃതിദത്ത ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ജൈവവളമാണ്. ഇതിൽ കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയവയെല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ചെടിക്ക് അത്യാവശ്യമായി വേണ്ടുന്ന എല്ലാതരം പോഷകങ്ങളും മൾട്ടിമീലിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. ഫലവൃക്ഷങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ മൾട്ടിമീൽ ഒരു സീസണിൽ 2-3 തവണ 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ ഉപയോഗിക്കാവുന്നതാണ്. മൾട്ടിമീൽ പച്ചക്കറികളിൽ ഉപയോഗിക്കുമ്പോൾ 20 ദിവസത്തിൽ ഒരിക്കൽ 50 മുതൽ 100 ഗ്രാം വരെ ഉപയോഗിക്കാവുന്നതാണ്. ന്യൂട്രിമിക്സ് എന്നത് വിളകൾക്കും ചെടികൾക്കും അത്യാവശ്യമായി വേണ്ടുന്ന മൈക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയ ഒരു മിശ്രിത വളമാണ്. ഇത് പ്രധാനമായും മണ്ണിൽ ചേർത്തോ വെള്ളത്തിൽ കലർത്തിയോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെടിക്ക് അത്യാവശ്യമായി വേണ്ടുന്ന എല്ലാതരം ചെറിയ ധാതുക്കളും അടങ്ങിയ ഒരു മിശ്രിത വളമാണ് ന്യൂട്രിമിക്സ്. ന്യൂട്രിമിക്സ് 3 വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കാം, ഇലകളിൽ തളിച്ച് ഉപയോഗിക്കാം, ഡ്രിപ്പ് വഴി ഉപയോഗിക്കാം. മണ്ണിൽ ചേർത്താണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നടീൽ സമയത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് 5 കിലോഗ്രാം മുതൽ 10 കിലോഗ്രാം വരെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇലകളിലാണെങ്കിൽ 20 ദിവസത്തിൽ ഒരിക്കൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മുതൽ 10 ഗ്രാം വരെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രിപ്പ് വഴിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വളർച്ചാഘട്ടങ്ങളിൽ 200 ലിറ്റർ വെള്ളത്തിൽ 1 മുതൽ 2 കിലോഗ്രാം വരെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഡോളോമൈറ്റ് എന്നത് ഒരു പ്രകൃതിദത്ത ഖനിജ പദാർത്ഥമാണ്. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്നിവ ഇതിൽ ധാരാളമായും അടങ്ങിയിരിക്കുന്നു. കർഷകർ പ്രധാനമായും കൃഷിയിടങ്ങളിൽ ഇത് ഉപയോഗിച്ചു പോരുന്നുണ്ട്. പ്രധാനമായും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മണ്ണിലേക്ക് ഉപയോഗിച്ചു പോരുന്നത്. പച്ചക്കറികളിൽ ഡോളോമൈറ്റ് ഉപയോഗിക്കുമ്പോൾ 6 മാസത്തിൽ ഒരിക്കൽ 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകളിൽ 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ വർഷത്തിൽ ഒരിക്കൽ മണ്ണിൽ മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി വിത്തുകൾ നടുന്ന സമയത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് 1 മുതൽ 2 കിലോഗ്രാം വരെ മിക്സ് ചെയ്തതിന് ശേഷം വിത്തുകൾ പാകി ഉപയോഗിക്കാവുന്നതാണ്. നീം കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ വിത്തുകളിൽ നിന്നുള്ള എണ്ണ മാറ്റിയതിനു ശേഷം കിട്ടുന്ന അവശിഷ്ടമാണ് നീം കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഒരു സൂപ്പർ ഓർഗാനിക് വളവും സ്വാഭാവിക കീടനാശിനിയുമാണ്. കർഷകർ ഇത് പൊതുവായി കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ഇതിലെ പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, കാർബൺ തുടങ്ങിയവ. ചെറിയ തൈകളാണ് നടാൻ പോകുന്നതെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് തൈകൾ നടാവുന്നതാണ്. അതുപോലെ വലിയ വൃക്ഷങ്ങളാണ്, തെങ്ങ്, മാവ് തുടങ്ങിയവ പോലുള്ള വൃക്ഷങ്ങളാണ് നടാൻ പോകുന്നതെങ്കിൽ 1 മുതൽ 2 കിലോഗ്രാം വരെ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ മിക്സ് ചെയ്തതിനു ശേഷം നടാവുന്നതാണ്. ഫെറമോൺ ട്രാപ്പ് എന്നത് കീടങ്ങളെ ആഗിരണം ചെയ്ത് പിടിക്കുന്നതിനുള്ള ഒരു ജൈവ നിയന്ത്രണ മാർഗമാണ്. ഫെറമോൺ എന്ന രാസവസ്തു കൃത്രിമമായി നിർമ്മിച്ച് ജീവികളെ ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഫെറമോൺ ട്രാപ്പ്.
ഫിറമോൺ ട്രാപ്പ് സ്ഥാപിക്കേണ്ട സമയം എന്ന് പറയുന്നത് സസ്യങ്ങൾ പൂവിടുന്ന സമയം മുതൽ വിളവെടുപ്പ് വരെയാണ്. ഫിറമോൺ ട്രാപ്പിനുള്ളിൽ ഒരു ഫിറമോൺ ല്യൂർ നമ്മൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 90 ദിവസത്തിനുള്ളിൽ മാറ്റി വേറൊരു ക്യാപ്സ്യൂൾ ഇതിനകത്ത് നിക്ഷേപിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ജൈവവളങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗ രീതികളെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.